വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാന്ത്രികന്റെ തന്ത്രങ്ങൾ തീർന്നു, ഇനി അയാളുടെ ഉള്ളിലിരിപ്പ് ജനങ്ങൾ തിരിച്ചറിയും. ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലാണ് രാഹുൽ ഗാന്ധി ഈ പഞ്ച് ഡയലോഗ് തൊടുത്തുവിട്ടത്. എന്താണ് രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത്? ഇതുവരെ മാന്ത്രിക വിദ്യകൾ കാട്ടി ജനങ്ങളെ കബളിപ്പിച്ച മോദിയുടെ തന്ത്രങ്ങൾ ഇനി ചെലവാകില്ലെന്നും ഇന്ത്യയിലെ ജെൻസി തലമുറ സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നും രാഹുൽ വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ലിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുമ്പോഴും ബില്ലിന്റെ മറവിൽ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളികളാണ് പ്രശ്നമെന്നതും ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള 543 സീറ്റുകളിൽ 1/3 ഉടൻ സ്ത്രീകൾക്ക് നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. എന്നാൽ കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയവും സെൻസസും എന്ന കടമ്പകൾ വെച്ച് ഇതിനെ 10 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് വനിതാ ബില്ലല്ല, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിനായുള്ള അതിർത്തി നിർണയ ബില്ലാണെന്ന് രാഹുൽ തുറന്നടിച്ചു. അതിർത്തി നിർണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ കുറയ്ക്കാനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുമാണ് BJP ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് രാജ്യത്ത് വലിയ പ്രാദേശിക സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും രാഹുൽ തുറന്നടിച്ചു. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നാണ് തന്റെ അനുഭവമെന്ന് രാഹുൽ പറയുന്നു. മായാവതിയെയും ജയലളിതയെയും പോലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇരുവരുടെയും നേതൃത്വ പാടവം മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധി. മോദിയുടെ മാന്ത്രിക തന്ത്രങ്ങൾ ഇനി യുവാക്കൾക്ക് മുന്നിൽ വില പോകില്ലെന്ന രാഹുലിന്റെ വെല്ലുവിളി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് തീർച്ചയാണ്.